ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് നമ്മുടെ ഊട്ടി വ്ളോഗാണ്. നമ്മൾ മൈസൂരിലെ വ്ളോഗ് ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെല്ലാം കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് ഊട്ടി വ്ളോഗാണ്. നമ്മളിപ്പം മൈസൂരിലിരിക്കുകയാണ്. ഇവിടുന്ന് നേരെ നമ്മൾ ഊട്ടിയിലേക്കാണ് പോകുന്നത്. അപ്പം ഊട്ടിയിലെ കുറേ വിശേഷങ്ങൾ, അതായത് നമ്മൾ മറ്റേ വീഡിയോയിലൊക്കെ പറയുന്ന പോലെ മസനഗുഡി വഴി ഊട്ടിയിലേക്ക് പോവുകയാണ്. അപ്പം മസനഗുഡിയിലെ കുറേ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇതിപ്പം മസനഗുഡി എത്തിയില്ല, ഇനി കാണാൻ പോകുന്നത് അവിടുത്തെ കാഴ്ചകളാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഊട്ടിയിലെത്തുന്നു. പക്ഷേ നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാണ് മസനഗുഡി. മൃഗങ്ങളെ കാണാൻ പറ്റും. ആനയുടെ ഫോട്ടോ ഗ്രൂപ്പ് ഇട്ടില്ല. ഏറ്റവും മനോഹരമായ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് മസനഗുഡി. ഇത് കണ്ട ഇലയില്ലാത്ത മരം, കൊള്ളാല പരിപാടി. അവിടെ ഉണ്ട്. വിത്തൗട്ട് ഷുഗർ ഇടത് ഭാഗത്തായിട്ട് ആന, ആനയൊക്കെ ഇടത് ഭാഗം ആന, മയില്, ആന, മയില്, കരടി, എല്ലാ പേരും ഉണ്ട് ഇതിനകത്ത്. ഇടത് ഭാഗത്തേക്ക് നോക്കുക, മയിലുണ്ട്, ആനയുണ്ട്. അത് കാട്ടാങ്ങ അത് ഒരു മണിക്കൂർ കഴിയുമ്പോൾ നിറം മാറി വരും. വലത് ഭാഗത്തായിട്ട് കണ്ടല്ലോ. അപ്പോൾ മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര എന്ന് നമ്മളെല്ലാവരും ചുമ്മാ റീൽസിലൊക്കെ ചെയ്യുന്നത് പോലെ അതുപോലെയല്ല. ഞാൻ യഥാർത്ഥത്തിൽ അത് എക്സ്പീരിയൻസ് ചെയ്തു. അടിപൊളിയായിരുന്നു. കുറേ വന്യമൃഗങ്ങളെയൊക്കെ കണ്ടു. മാൻ, മയിൽ, അതുപോലെ കാട്ടാന, കുറേ കുരങ്ങന്മാരെയൊക്കെ. നല്ല ഭംഗിയായിരുന്നു ഇതൊക്കെ കാണാനായിട്ട്. നമ്മൾ ലൈവായിട്ട് ഇതൊക്കെ ഇങ്ങനെ കാണുകയില്ലേ. ഇപ്പം നമ്മൾ സൂലൊക്കെ പോകുമ്പം അതിനെല്ലാം കൂട്ടിലടച്ചിട്ടിട്ട് കാണുന്ന പോലെയല്ല നമ്മൾ യഥാർത്ഥത്തിൽ കാണുമ്പം നമുക്ക് ആ ഒരു ഭയങ്കര ഒരു സന്തോഷം തോന്നും. അങ്ങനെ ഇപ്പം നമ്മളിത് കഴിക്കാൻ വേണ്ടിയിട്ട്, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹോട്ടലിൽ വന്നേക്കാണ്. ഇത് അടിപൊളി ഒരു വ്യൂ, നല്ലൊരു കിടിലൻ വ്യൂ ഉള്ളൊരു ഹോട്ടലാണ്. ഭയങ്കര ഭംഗിയാണ്. അതായത് ഇതിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ താഴെ നമുക്ക് നിറയെ ഇങ്ങനെ കുറേ കാണാൻ പറ്റും. കുറേ ഹോം സ്റ്റേ ആയാലും കുറേ ഹോട്ടൽ. പക്ഷേ അത് ഇതിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല. നമുക്കിപ്പം വീഡിയോയിൽ നമ്മൾക്ക് പിടിക്കുന്നതിനൊരു പരിധിയുണ്ട്. പക്ഷേ പറയാൻ വാക്കുകളില്ല. അത്രയ്ക്ക് മനോഹരമായൊരു സ്ഥലമാണ്. ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലം. കഴിക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലത്ത് കയറിയതാണ്. ഗ്രാൻഡ് വ്യൂ ഹോട്ടൽ. പക്ഷെ നല്ല വ്യൂ ആണ്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളെ വണ്ടി കിടക്കണം. അതാണ് നമ്മുടെ ഓറിയോൺ.
പക്ഷെ നല്ല നല്ല രസമാണ്. പക്ഷെ വേറെ ഒരു പ്രശ്നമുള്ളത് ബാത്റൂം വൃത്തിയില്ല. ബാത്റൂം എന്ന് പറഞ്ഞാൽ ഒരു വഴിക്കുള്ളാത്തൊരു ബാത്റൂം. പിന്നെ എങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ ഈ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമല്ലേ, അപ്പോൾ പിന്നെ ആ രീതിക്ക് നോക്കിയാൽ മതി. പക്ഷെ ഇവിടെയൊക്കെ നല്ല രസമാണ്. ഒരുപാട് പൂക്കളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ പോകുന്ന വഴിക്കൊക്കെ കുറേ കാണും. നമ്മളിപ്പോൾ ഇങ്ങൊരു പൈൻ ഫോറസ്റ്റിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ കൊള്ളാം. ഇവിടെ വലിയ കൂടുതൽ മരമൊന്നും കുറച്ച് എന്നാലും നല്ല തണുപ്പൊക്കെ ഉണ്ട്. ബാഹം तो പോവാം. എല്ലാവരും പോയി വാ. കൊരങ്ങന്റെ കൂടെ ഒരു സെൽഫി. ഒന്ന് സെൽഫി എടുക്കാൻ നിൽക്കോ? ഒരു ഫോട്ടോ എടുക്കാൻ നിൽക്കോ? കൊരങ്ങനൊക്കെ ഡിമാൻഡ് കുറെ കൊരങ്ങനൊക്കെ കുറേ വീടുകളാണ്. ഓറിയോൺ എന്നാണ്. ഇൻസ്റ്റയിലൊരു ചാനലുണ്ട് അവർക്ക്. നല്ല തണുപ്പ്. ഇത് 2 ഉടുപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ടും ഭയങ്കരമായിട്ട് തണുപ്പ്. എൻ്റെ കൈയൊക്കെ വിറയ്ക്കുന്നു. കൈ പൊട്ടി. ഇത് ചുണ്ടല്ലേ പൊട്ടുന്നത്. എൻ്റെ ചുണ്ട് പൊട്ടിയില്ല, കൈയാണ് പൊട്ടിയത്. ഉണ്ട് ഇവിടെ എവിടെയും കണ്ട. നല്ല തണുപ്പുണ്ട്. നമ്മൾ ഈ ചില സിനിമയിലൊക്കെ കാണൂല്ലേ ഇങ്ങനെ ഇങ്ങനെ ഊതുമ്പോൾ. പക്ഷെ ഇതിൽ കാണാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ ഊതുമ്പോഴത്തേക്കും കോട ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വൈകിട്ട് കുറച്ചുകൂടെ എൻ്റെ കൈ കഴിയുമ്പം കഴിയുമ്പോൾ നല്ല മരവിപ്പാവും. പക്ഷെ ഇവിടെ ആ റോസ് ആക്കട ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പൂക്കളാണ്. ഞാൻ കാണിച്ചിട്ടാണ്. വള്ളി റോസ് ചുമ്മാ അങ്ങ് കൊണ്ട് കളഞ്ഞു കൊടുത്താൽ മതി. ഇതുണ്ട്. ഈ റോസയുടെ വലിപ്പം നോക്കിയാണ്. ഇത് നോക്ക്. ഇതാണ് വള്ളി റോസ്. ഒരു ബഞ്ചായിട്ട് ഇരിക്കുന്നുണ്ട പൂത്ത്. പക്ഷെ ഒറ്റ വെള്ളമൊന്നും ആരും ഒഴിച്ചിട്ട് പോലും ഇല്ല. തറയൊക്കെ നോക്കിയേ, കാറ് കയറാൻ നടക്കുന്നത്. നമ്മളെ വീട്ടിൽ കൊണ്ടിട്ടല്ലേ ഇമ്മ. കൊള്ളാല്ലേ? ഇത് വീടല്ലേ? വീടല്ല, എന്തോ റൂം സ്റ്റേ കണ്ടാണ്. ഇവിടുത്തെ ഈ ഇത് വഴി കാണാം. കണ്ട എടി, അത് ഞാൻ നോക്കിയായിരുന്നു. ഈ റോസ് എന്തുമാത്രം പിടിച്ചിരിക്കുന്നത് നോക്കാം. പൂവ് കണ്ട,
പിന്നെ വേറൊരു തുള്ളിയുള്ള വെള്ളവും ഇല്ല വളവും ഇല്ല, എന്നിട്ടും അത്. പക്ഷെ അതാണ് റോസ കണ്ട് ഭ്രാന്തായി. കണ്ടിട്ട് സഹിക്കുന്നില്ലേ, ഞാനിത് ആരോടാ ഒന്ന് പറയും, ആരോടാ ഒന്ന് പറഞ്ഞ കാര്യം. എനിക്ക് സഹിക്കണില്ലേ. ഇതാരെങ്കിലും ഇതിന്റെ ആളുണ്ടെങ്കിൽ അവരോട് ഒരു റോസ പോയാലൊരു റോസാ കമ്പ് പൊടിച്ച ഇത് ഞാൻ മോട്ടിച്ച് തരുന്നതൊക്കെ നീ കയ്യിൽ വെച്ചേക്കണം. ഗായ്സ്, നിങ്ങൾ കാണുന്നത് ഇവിടെ നിന്ന് മോഷണം നടത്തിയ ചെടിയും പൂവാണ്. കമ്പൊടിച്ച് ഇത് ഊട്ടിപ്പോവല്ല. എടാ ഇത് പിടിച്ചാണ്ടോ രണ്ടുപേര് ആറ്റിങ്ങ BRCയിലെ 2 സ്റ്റാഫുകൾ ഊട്ടിയിലെ റിസോർട്ടിൽ നിന്ന് പൂ മോട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടന്റ് പാട്ടിടാനാ. വാ, നമ്മൾ ഊട്ടിയില് കൃഷി അറിയാൻ വയ്യാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഊട്ടിയിലെ പൂ, ഊട്ടിയിലെ മഞ്ഞപ്പൂ. ഇവിടെ എല്ലായിടത്തും പൂവാണ്, കണ്ട എവിടെ പൂ, എല്ലായിടത്തും. എനിക്ക് ഈ റിസോർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടടി, നല്ലത്. പക്ഷെ അവിടെ ലോക്ക് ചെയ്തേക്കുന്നു, അല്ലേ കയറായിരുന്നു. ഡേ വണ്ടി വരുന്നത് നോക്കണേ. മുകളിൽ തേയിലത്തോട്ടവും. ഓ ബാ, എൻ്റെ ബാക്കിലും തേയിലത്തോട്ടം. തേയില പറിക്കായിരുന്നു. എന്താ തേയിലത്തോട്ടം. വണ്ടി വരുന്നത് സ്കൂട്ടർ. അങ്ങേ ആൻറ്റി ഫോർ സെയിൽ എന്ന് എഴുതി വെച്ചേക്കുന്ന ആർക്കെങ്കിലും വേണോ? ഫ്രീ പ്രൊമോഷനാണ്. ഇവിടെ കുറച്ച് വസ്തു കൊടു. പട്ടി എന്നെ നോക്കുന്നു, ഓടിച്ചിട്ട് കടിക്കുമോ? ഇതൊക്കെ കൊള്ളാല്ലേ അടുത്ത ചെടി, സൂപ്പർ. ഇതുകൊണ്ടടാ ഒരു പട്ടി അത് ഇങ്ങോട്ട് വരുന്നേട്ടാ. അല്ല, അതുകൊണ്ടൊരു വെള്ളപ്പട്ടി. പട്ടിക്ക് മലയാളവും മനസ്സിലാവും. പട്ടി നാങ്ക വന്ന് മലയാളി. നീ ഉദ്ദേശിക്കുന്ന ആള് കിടയാത്. അമ്തു 2 പിന്നെ തമിഴ് പറഞ്ഞു. അമ്തു 2 തമിഴ് പറ. തമിഴ് കൊഞ്ചം കൊഞ്ചം പേസ തെരിയും. എടാ കന്നഡ പറ. ആന്റി കന്നഡ കൊത്തില്ല. ഇന്നലെ തൊട്ട് പറയണ. അയ്യോ ദാ വന്ന്, ഞാൻ പോണ്. സത്യമായിട്ട് അത് അവിടെ വെച്ച് എന്നെ നോക്കിയതാണ്. ഇങ്ക നായ ഇങ്ക വാ വരണ്ടമ്മ. ഞാൻ വല്ലോ വിളിച്ച് അങ്ങോട്ട് നോക്കൂ. എന്റെ അമ്മേ, അയ്യോ വാലാട്ട പട്ടി കടിക്കൂല. ഹായ് ചേട്ടാ എനിക്ക് പേടിയാണ് കേട്ടോ. വാ ഒത്തു പോവാം. ഉദ്ദേശം ഈ സൈസിൽ ഏതിന് എടുക്കട്ടെന്നാണ്. ഒത്തു പോവാ, വാ. അല്ലേ എല്ലാരും വിളിച്ച് അല്ല പട്ടി എന്നെയാണ് നോക്കണത്. നീ അതിനെ സൈറ്റ് അടിക്കാൻ ഹംദു ചുമ്മാ മനസ്സിലായി മനസ്സിലായി. ഉണ്ടായിരടാ. എടാ എല്ലാരും വിളിച്ചു വരുത്ത്. എടേ ഷിബിന ഇങ്ങ് വാ, ഓടി വാ. അതന്നെ ഉത്സാഹിച്ച് ഡാൻസ് കളിച്ച് വാ, ഓടി വാ. എടാ വീണ ചുമ്മാ ആവശ്യമില്ലാതെ. വാ വാ, അത് എന്നെയാണ് നോക്കുന്നത്. ഇവളാണിത് മോട്ടിച്ചത്. വീട്ടുകാരല്ല, ഇത് മോഹൻലാലിന്റെ റിസോർട്ടാണ്. ഇത് ഞാൻ ചുരുട്ടി എടുത്ത് ഓ ഇതാ പനപ്പടി. ഇത് നമ്മൾ യൂട്യൂബിലിടുമ്പം നമുക്ക് എന്നും ഒരു ഓർമ്മയായിരിക്കും.
നമ്മളിപ്പോൾ ഫോണിലാണെങ്കിൽ ഇതിങ്ങനെ സൂക്ഷിക്കൂലല്ലോ. അതെ, യൂട്യൂബിലാണെങ്കിൽ പക്ഷേ എത്ര വർഷമായാലും അത് കിടക്കും. ഇപ്പം ആരും കണ്ടില്ലെങ്കിലും നമുക്ക് കാണാമല്ലോ. ദൈവമേ, ഇവളെ ഈ വീഡിയോ ലൈക്കുകൾ വാരി കൂട്ടണേ. പ്രാർത്ഥന. വണ്ടികൾ കണ്ട ആൾക്കാർ. നമ്മളിപ്പോൾ എന്തിനാണ് ഷോപ്പിങ്ങിനല്ലേ? അല്ലേ, ഷോപ്പിംഗ് ആണെങ്കിൽ എനിക്കൊന്നും വാങ്ങാനില്ല. എടി, എനിക്ക് ആ കുതിരയെ കയറണമെന്നുണ്ടടി. അവിടെ നല്ല വെയില്. എനിക്കില്ല കുതിരയെ കയറണമെന്നുണ്ടടാ. കുതിര എന്നെ കൊണ്ട് പോവോ? അല്ലേ, ഒരു കുതിരയ്ക്ക് 700 രൂപ. തൊട്ട് നോക്കാം. ഫൈനലി കുതിരയുടെ മണ്ടയിൽ. Living life every day, late at night, not okay. All I want, and I pray, all I need are some better days. Fuck me, I'm looking in the mirror, so foggy, but I've never seen clearer. I don't really think anyone can save me, and honestly I'm not really sure I want saving. I like to be my own worst enemy. There's no risk if you don't try at anything, so I'ma just keep buying everything. See you in the next life, have to be a better me. I don't think കാണാച്ചായ്. ഐ ലവ്. പറ്റാത്ത തിരക്കാണ്, പക്ഷെ നല്ല രസമുണ്ട്. ഷോപ്പിങ്ങിനാണ്. പിന്നെ നമുക്കുള്ളതൊന്നും ഞാൻ കുറേ നോക്കി. നമ്മുടെ അളവിനും നമ്മുടെ ആൾക്കാർക്കുള്ളതൊന്നും ഇല്ല. ചുരിദാറൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും നമ്മളെ നാട്ടിൽ കിട്ടുന്ന കണക്കല്ല. ഇവിടെ നല്ല റേറ്റ് ഉണ്ട് അത്യാവശ്യം. ഇവിടെ ബോട്ടിംഗ് ആണ്, നമ്മൾ കയറുന്നില്ല. എനിക്ക് വെള്ളം ഇത് നോക്ക്. എടാ പൂ നോക്കടാ. വാ വാ. നമ്മളെ ഊട്ടിയിലെ മിനി ട്രെയിൻ സ്റ്റേഷൻ. കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ ഇരിപ്പുണ്ട്. ഒരു ചായയുടെ റേറ്റ് ചോദിച്ചപ്പോൾ 25. ഇവിടെ ബോട്ടിങ്ങും അപ്പുറത്ത് നേരത്തെ കാണിച്ച റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷൻ വെച്ചാൽ ഒറിജിനൽ റെയിൽവേ സ്റ്റേഷൻ അല്ല, നമ്മൾ ചുമ്മാ കളിക്കുന്നത് പ്ലസ് കാര്യമായിട്ടുള്ള. ഒരു ചായക്ക് തളർന്ന ഒരു ചായക്ക് വില ചോദിച്ചപ്പം ഒരു ചായ 25. നാട്ടിൽ 10 രൂപയ്ക്ക് കിട്ടുന്ന ചായയാണ്, ഇവിടെ നിന്ന് 25 രൂപയ്ക്ക് എന്തിനാണ് കൊടുക്കുന്നത്? അതുകൊണ്ട് ഞാൻ കുടിച്ചില്ല. ഇനി കുറച്ച് അങ്ങോട്ട് വേറെ ഷോപ്പിങ്ങിൻ്റെ സ്ഥലമുണ്ട്, അപ്പോൾ അവിടെ പോകുമ്പോഴത്തേക്കും വിചാരിച്ച് കുടിക്കാം. അച്ചായനും ഹംദും ഒക്കെ അവിടെ വെടി വെച്ച് കളിക്കണം. ഇതാണ് അച്ചായൻ്റെ വൈഫ് റീതു. വേറെ ഒരു ടൈപ്പ് പോവാണ്. ഇതിവിടെ മാത്രമേ പിടിക്കത്തുള്ളൂ. ഇവിടെ ഏത് ചോപ്പാ? ഇത് ഇത് ഓക്കെ ചേച്ചി. മറ്റൊരു ഓക്കെ ചേച്ചി. ഇത് ഉണ്ടാ? ഓ എൻ്റെ അമ്മയെ പുള്ളി. ഓ എൻ്റെ പറച്ചനെ എന്തോ കാണാൻ ഉണ്ട്. പക്ഷെ ഇത് ഇവിടെ ഫോട്ടോഗ്രാഫി എന്തെന്ന് നമ്മള് ഫോട്ടോഗ്രാഫി നോട്ടല്ലോ ഇവിടെ നോക്കി. അയ്യോ അതുണ്ടാ? വിത്തുണ്ട്, പക്ഷെ അത് ഇവിടെ ഉള്ളവർക്കേ പറ്റത്തുള്ളൂ. നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോയാലേ കരിഞ്ഞ് തീ പിടിക്കൂ. ഇതൊക്കെ നോക്ക്. ഫ്രഷ് ഒന്നും അല്ല, ചുമ്മാ. എനിക്ക് തോന്നുന്നു അവിടെ വലിയ തിരക്കില്ല ആ കടയിൽ. ഊട്ടിപ്പൂ എത്രയൊന്നും 50 രൂപ.
അവിടെ നിന്ന് കയറി നമ്മൾ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഗാർഡൻ്റെ അവിടെ വന്നിട്ടുണ്ട്. നല്ല തണുപ്പായി, നല്ല തണുപ്പ്, ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. സംസാരിക്കാൻ ചുണ്ടൊക്കെ ഒരുമാതിരി ആയിപ്പോകുന്നു. അങ്ങനെ തണുപ്പ്. ഇങ്ങനെ ഉണ്ടാടാ ഈ വ്ളോഗ് നമ്മൾ ആര് കാണും, ഇഷ്ടമുള്ളവർ കാണും, അങ്ങനെയല്ല. നമ്മൾ കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ BRC എന്നൊക്കെ പോയി കഴിയുമ്പോൾ ശ്വാസം മുട്ടുന്നു കഴിയുമ്പോൾ നമുക്ക് കാണാം. യൂട്യൂബിലാകുമ്പോൾ നമ്മൾ അങ്ങനെ അപ്ലോഡ് ചെയ്യും. വണ്ടി വരുന്നേ. നമ്മളിപ്പോൾ ഫോട്ടോ ആണെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ലല്ലോ. കാരണം ഞാൻ ഈ വ്ളോഗ് തുടങ്ങുന്നതിന് മുന്നേ കുറേ സ്ഥലത്ത് പോയായിരുന്നു BRCന്ന്. പക്ഷെ അപ്പോഴൊന്നും ഇതുപോലെ സേവ് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു. ഇതാകുമ്പം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് അവിടെ കിടക്കും, എവിടെയും പോവില്ല. അങ്ങനെ എൻ്റെ കോട ചെറുതായിട്ട്, കോട വലുതായിട്ട് ഈ ഭാഗത്തൊന്നും ഇല്ല. നമ്മൾ കൂടെ ഉള്ളവർ അവരൊക്കെ ആപ്പിളാ. എന്താണ് അഭിപ്രായം? തണുപ്പുണ്ടെന്നാണോ തണുപ്പില്ലെന്നാണോ? തണുപ്പുണ്ട്, പക്ഷെ കോട ഇങ്ങനെ പോകുന്ന കാണാൻ പറ്റുന്നു. അതാണ് ഞാനും പറഞ്ഞത്. കോട കണ്ടില്ല, പക്ഷെ നല്ല തണുപ്പ്, നല്ല തണുപ്പ്, പക്ഷെ കോട കാണാൻ പറ്റുന്നില്ല. കോടയില്ല, ചെറിയൊരു വിഷമമുണ്ട്. ആ ശരിയാണ്, വരുമായിരിക്കും. പക്ഷെ അവിടെയൊക്കെ നല്ല വെയിലല്ലേ? ഇതുകൊണ്ട് അവിടെയൊക്കെ നല്ല വെയിൽ, കുന്നിന്റെ മണ്ടയില് വെയിൽ, കുന്നിന്റെ മണ്ടയിൽ വെയിലും തീപ്പെട്ടി കൂട് പോലത്തെ കുറെ സ്ട്രീറ്റ് ഫുഡ് വേണമെന്നുള്ളവർക്ക് കഴിക്കാം, വേണ്ടാത്തവർക്ക് കഴിക്കണ്ട. പോത്ത് വഴി നടന്നു പോണു. ഇതിന് ഓണറില്ലേ? കുത്തോന്തോ അറിയില്ല. ഇവിടെ നിന്ന് അറ്റം വരെ ഷോപ്പുകളാണ്. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഗാർഡനിൽ നിന്നൊക്കെ ഇറങ്ങി ഇപ്പം നല്ല രാത്രിയായി. നമ്മൾ ഇനി കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് തിരിച്ചു പോവും. അപ്പം ആകെ കൺഫ്യൂഷനായി, എന്ത് വാങ്ങണം, എവിടെ തുടങ്ങണം എന്നൊന്നും അറിയാൻ വയ്യ. ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ബാർഗെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ല റേറ്റിന് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ പൈസ കിട്ടും. ഈ ഭാഷ കൂടെ അറിയാവുന്ന ആരെങ്കിലും കൊണ്ടേ കുറേ ഹെൽപ്പായിരിക്കും. ഇവിടെ കൂടുതലും തമിഴ് തന്നെയാണ് സംസാരിക്കുന്നത്, ഹിന്ദിക്കാരുടെ പക്ഷെ കൊള്ളാം. 350 കൊള്ളാം. ഒരുപാട് ഇവിടുത്തെ ഫ്രൂട്ട്സ് ഒന്നും പറയണ്ട, സൂപ്പറാണ്. ചേച്ചി
இந்த கூடை நிறைய ക്യാരറ്റ് വാങ്ങിയിരിക്കും. കൂടെ നിറയൊന്നുമില്ല, 5-6 ഉള്ളൂ. ഭയങ്കര വില. ഇത് 50 രൂപയാണ്. തിന്നണ്ട, വീട്ടിൽ കൊണ്ടുപോയി തിന്നാം. ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ നടക്കുന്ന രാത്രി നോക്കടി. ഇപ്പൊ നമ്മൾ ഊട്ടിയിലെ തെരുവോരങ്ങളിലൂടെ രാത്രിയിൽ ഇങ്ങനെ നടക്കുകയാണ്. ക്യാരറ്റ് കാണിച്ചു. ഇവിടെ ഒരു ലോഡ് സാധനമായിട്ട് ഒരാൾ ഇതാ പോണു. മുഖമൊക്കെ മറച്ചു വെച്ചേക്കുക. മുഖം എന്താ വിളിയാ? ബസ് പാർക്കിംഗ് എന്താ വിളി? വാ, கொஞ்சம் மொழி விடுங்கோ. നമ്മൾ ഊട്ടിയിൽ വന്ന് തമിഴും കന്നഡയും പഠിച്ചു. ഇന്നലെ മൈസൂർ പോയപ്പോ കന്നഡ, ഇന്ന് തമിഴ്. കന്നഡ ഗൊത്തില്ല, കൊത്തൂല. അണ്ടലും ഉണ്ടലും ചുണ്ടാലി ഉണ്ടു. ബസ്സിലും എവിടെയോ പാർക്കലു, ബസ് പാർക്കലു, അണ്ടലും ഉണ്ടലും എന്നൊക്കെ പറഞ്ഞാൽ തമിഴന്മാര് പിടിച്ചോണ്ട് പോകും. ഞാൻ പറഞ്ഞില്ല. വണ്ടിലും ഹോണലും. എടി വണ്ടില് കണ്ടല്ലോ. അയ്യോ, ലീനലു മായലു ഷിബിനലു കോടമഞ്ഞിൻ. നമ്മൾ എവിടെയൊക്കെ നിന്ന് എന്തൊക്കെയോ ചെയ്തു. എല്ലാരും ഉണ്ടല്ലോ. ഇനി ഭ്രാന്താണെന്ന് വിചാരിക്കും. തമിഴന്മാര് കൂട്ടിയിട്ടായിരിക്കും എല്ലാത്തിനും. ഇനി ഹിന്ദി. മേരാ മേരാ തിത്തലി റാണി, തിത്തലി റാണി, തിത്തലി റാണി. അപ്പോൾ നമ്മുടെ ഊട്ടി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി വയ്യ എന്തായാലും തളർന്നിലു. പക്ഷെ എന്തായാലും നല്ലൊരു യാത്രയായിരുന്നു. നല്ല രാത്രിയിലു. നിനക്ക് ഇഷ്ടപ്പെട്ട? പിന്നെ അല്ലലു. വാങ്ങുമെങ്കിൽ സബ്സ്ക്രൈബിലു, ലൈക്കിലു, ഷെയറിലു, കമന്റിലു. ശരിയിലു. കോടെ ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ വരാൻ സമയത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിലല്ല, ഒരു ഹോട്ടലിൽ കയറിയായിരുന്നു. അപ്പോൾ അവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ട് പുറത്തിറങ്ങിയപ്പോൾ തണുപ്പത്ത് നമ്മുടെ കൂടെ ഉള്ളവർ തന്നെ കുറേ പേര് ഐസ്ക്രീം കഴിക്കുന്നു. പക്ഷേ എനിക്ക് കഴിക്കണമെന്നുണ്ടായിരുന്നു. ശരിക്കും തണുപ്പത്ത് ഐസ്ക്രീം കഴിക്കുമ്പോഴാണ് ഒരു സുഖം. പിന്നെ ഞാൻ കഴിച്ചില്ല. എന്നിട്ട് ഞാൻ തിരിച്ചു നോക്കിയപ്പോൾ ഇങ്ങനെ കോട ഇങ്ങനെ ഇറങ്ങി മുകളിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഞാനിപ്പം വോയിസ് മ്യൂട്ട് ചെയ്തതെന്താണെന്ന് വെച്ചാൽ അപ്പുറത്ത് എന്തോ DJ നടക്കുന്നു. അപ്പം പിന്നെ കോപ്പി റൈറ്റ് വരും എന്ന് വിചാരിച്ചിട്ടാണ്. സത്യം.